ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, സിസ്റ്റർ ഇന്നൊരു വചനം പറയും, അത് ശ്രദ്ധിച്ച് കേൾക്കുക. അറിയാമോ എന്ന് നോക്കണം. ഓക്കെ, അറിയാമെങ്കിൽ 5 മാർക്കാണ്. ഓക്കെ, 5 മാർക്ക് കിട്ടും. ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അറിയാമോ? അറിയാമെങ്കിൽ 5 മാർക്ക് പിടിച്ചോ. ഇനി ഇതുപോലെ ഈ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വചനമാണ് 1 കൊറിന്തോസ് 2:9. ഓക്കെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തൻ്റെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അവയെല്ലാം ദൈവം തൻ്റെ സ്നേഹിക്കുന്നവർക്കായി ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വചനം എന്താ പറയുന്നത്? നമ്മൾ ഈ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം വേറെ എന്തൊക്കെ മനോഹരമായ കാഴ്ചകളുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, സാഹചര്യം എത്ര മോശമാണെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി തന്നെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് വിശ്വസിക്കുന്ന കാര്യം നടക്കും, നടന്നിരിക്കും, ദൈവം സാധിച്ചു തരും എന്നല്ലേ അതിനർത്ഥം. ഓക്കെ, അപ്പൊ അതൊരു കുഞ്ഞു പരീക്ഷണത്തിലൂടെ കാണിക്കാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് സിസ്റ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കുഞ്ഞു കാര്യം. ഇതെന്താ ബോട്ടില്, സിസ്റ്ററിന്റെ ബോട്ടിലാണ്, ശുദ്ധജലമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അളവുകോല്. അപ്പൊ സിസ്റ്റർ ഈ ബോട്ടിലിൽ വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, സിസ്റ്റർ കുടിക്കുന്നു. ശുദ്ധജലം, നല്ല ജലം. ഓക്കെ, ഇനി ഇതുപോലെ സിസ്റ്റർ ഈ കവറിൽ വെള്ളം ഒഴിച്ച്, ഇത് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ്. ഓക്കെ, ഇതിലൊന്നുമില്ല. സിസ്റ്റർ ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കും. ഓക്കെ, ഒഴിച്ചു കഴിഞ്ഞാൽ വേണ്ട, ആദ്യം നമുക്ക് ഒഴിച്ചിട്ട് പറയാം. സിസ്റ്റർ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു, വെള്ളം ഒഴിച്ചു. ഓക്കെ, ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇനി വിചാരിക്കുക, ഈ വെള്ളം, ഓക്കെ, നമ്മളെ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഈ വെള്ളം സിസ്റ്ററിന്റെ ബുക്കാണ്, കണ്ടോ, എഴുതി നല്ല മനോഹരമായിട്ടിരിക്കുന്ന സിസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല പല കാര്യങ്ങളും ഉൾക്കാഴ്ചകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബുക്കാണ്. ഈ ബുക്കില് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാം. എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ സിസ്റ്റർ, ഈ വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ബുക്കിന്റെ സംഭവം എല്ലാം മാറും അല്ലേ? ബുക്കില് അക്ഷരങ്ങളൊക്കെ മായും, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് മാറും, വായിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും. എനിക്ക് പിന്നെ ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല, ടീച്ചർ വഴക്ക് പറയും അല്ലേ, ചീത്തയാവും. ഇത് റെഡിങ് ഒക്കെ വെച്ച് എഴുതിയിട്ടുണ്ട്, ഒഴിക്കട്ടെ, എന്ത് സംഭവിക്കും? പ്രശ്നം ആകുമെന്നാണോ പറയുന്നത്? ഓക്കെ, നിങ്ങൾ പറയുന്നു പ്രശ്നമാകും, അതുകൊണ്ട് സിസ്റ്റർ പ്ലീസ് ഒഴിക്കരുത്. സിസ്റ്റർ വേണമെങ്കിൽ കുടിച്ചോ, പക്ഷെ ഒഴിക്കരുത്. തറയിൽ കളഞ്ഞോ, പക്ഷെ ബുക്കിൽ ഒഴിക്കരുത് എന്നല്ലേ പറയുന്നേ? യെസ് യെസ്. ഞാൻ പറയുക, ഒന്നും പറ്റില്ലെന്നേ, ഒന്നും പറ്റില്ല. ഞാൻ വെള്ളം ഒഴിച്ചാലും, ഞാൻ എത്ര വെള്ളം ഇതിലൊഴിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നു വേണ്ട, പ്ലീസ് വേണ്ട. ഞാൻ പറയുന്നു കുഴപ്പമില്ല, ഒന്നും പറ്റില്ല. അപ്പം 3, 2, 1 സ്റ്റാർട്ട്. ദേ വെള്ളമില്ല അല്ലേ? ഇതെന്ത് പറ്റി? എന്ത് പറ്റി? വെള്ളത്തിന് എന്ത് പറ്റി? ഒന്നും പറ്റില്ല. പ്രിയമുള്ളവരെ, കണ്ടോ, ഇതാണ് വിശ്വാസം. നമുക്കറിയാം, നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇത് സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇത് ബുക്കിന് ഒരു പ്രശ്നം ഇല്ല. അതാ ഒരു പ്രശ്നമൊന്നും പറ്റിയില്ല. ഇതുപോലെ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ചിലപ്പോൾ നമ്മളെ സഭ പഠിപ്പിക്കുന്നത് അത് അങ്ങനെയാണോ? ഇതെങ്ങനെ ശരിയാകും? സഭാപിതാക്കന്മാരൊക്കെ പ്രശ്നക്കാരാണല്ലോ, അല്ലേ? സിസ്റ്റർമാരൊന്നും ശരിയല്ല, ഇത് ഇങ്ങനെ ശരി, അവർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഡൗട്ട് ഒന്നും വേണ്ട, കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കണം. സഭയിൽ പരിശുദ്ധാത്മാവുണ്ട്, സഭ ദൈവത്തിൻ്റെതാണ്. ഓക്കെ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡൗട്ടും വേണ്ട, നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. മറ്റൊരു കുഞ്ഞു ഉദാഹരണം പറയാം. നിങ്ങൾ മക്കളൊന്ന് പേര് പറഞ്ഞേ, നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ. ഓക്കെ, കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ. ഓക്കെ, ഇപ്പൊ സിസ്റ്ററിന്റെ പേര് സുനീത പറഞ്ഞു. ഇനി 2 വിരലെടുത്തേ മക്കൾ, 2 വിരലൂടെ ഒന്ന് പിടിച്ചേ, ഒന്ന് പൂട്ടിക്കേ. ഇനി പേര് പറഞ്ഞേ. 2 വിരലുകൊണ്ടൊന്ന് ക്ലിപ്പിട്ടിട്ട്, വായിൽ ക്ലിപ്പിട്ടിട്ട് ഒന്ന് പേര് പറഞ്ഞേ.
പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ പറ്റാത്ത? ഇതുവരെ മണിമണിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് 2 വിരൽ കൊണ്ടുവന്നപ്പോ എന്ത് സംഭവിച്ചു? അകത്തീന്ന് വരുന്ന എയറ് എങ്ങനെയാ ശബ്ദമായി വാക്കുകളായി വന്നത്? അത് പറ്റുന്നില്ല. അപ്പൊ ചിലതൊന്നും നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്ക് ഒന്നും മനസ്സിലാകില്ല. ഈ തലച്ചോറിന് എല്ലാം കൃകൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വിശ്വാസം എന്ന് പറയുന്ന അതിനപ്പുറമാണ്. എന്താ സിസ്റ്റർ പറഞ്ഞ? കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കണം. ഓക്കെ. ഇനി ഇനി നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ഉദാഹരണത്തിന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഒരു യാചകന്റെ കഥയുണ്ട്. കണ്ണ് കാണാൻ വയ്യാത്ത ഒരു ചേട്ടൻ വഴിയരികിൽ നിന്ന് ബത്തോമിയസ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അതുവഴി ഇങ്ങനെ നടന്നു വരും. നടന്നു വന്നിട്ട് ഈശോ ചോദിക്കും, എൻ്റെ മോനെ, ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ അവൻ പറയും, എനിക്ക് കാഴ്ചയില്ല, എനിക്ക് കാഴ്ച വീണ്ടെടുക്കണം, കാഴ്ച തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ചോദിക്കട്ടെ, ഈശോയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഈശോ ചോദിച്ചേ? ഈശോയ്ക്ക് അറിയില്ലേ ആ ചേട്ടന് കണ്ണു വയ്യ, ആ ചേട്ടന് കാഴ്ചയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ചോദിച്ചേ? ഇതുപോലെ നമുക്കും ചില പ്രശ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് ഈശോ ഇപ്പം എല്ലാം മനസ്സിലാക്കിക്കോളും, ഈശോയോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കരുത്. ഈശോപ്പയ്ക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ ആഗ്രഹമാണ്. ഈശോയെ, ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം, നമ്മൾ ചോദിക്കണം. ഓക്കെ. അപ്പൊ എല്ലാം അറിയാന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കരുത്. ഈശോയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇഷ്ടം അറിയിക്കണം, ആഗ്രഹങ്ങൾ പറയണം. ഓക്കെ. ഇനി എന്തിനൊക്കെ പ്രാർത്ഥിക്കും? ഇപ്പൊ ഒരു മനുഷ്യൻ എന്തൊക്കെയുണ്ട്? ശരീരം വേണം, മനസ്സ് വേണം, ആത്മാവ് വേണം. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണല്ലോ നമ്മൾ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യനായി മാറുന്നത്. ഇനി ശരീരത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? പറഞ്ഞ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, പിന്നെ നമ്മളെ വിദ്യാഭ്യാസം, നല്ല ഉറക്കം, ഇതൊക്കെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി ശരീരത്തിന് പ്രശ്നം പറ്റിയാൽ നമ്മൾ എന്ത് പറയും? ശരീരത്തിന് മുറിവ്, ചതവ്, ഒടിവ്, വളവ് ഒക്കെ വരുമ്പോൾ എന്ത് പറയും? ശരീരത്തിന് രോഗം ബാധിച്ചു, രോഗിയായി മാറി അല്ലെ? ഇനി ഈ മനസ്സിന് പ്രശ്നം വന്നാൽ എന്താ സംഭവിക്കുക? അല്ലെ, മനസ്സിന് എന്താ വേണ്ടേ? സ്നേഹം, സന്തോഷം, ദയ, കരുണ. ഇതിന്റെ ഓപ്പോസിറ്റോ? നമുക്ക് ദേഷ്യം, വെറുപ്പ്, അസൂയ, കുശുമ്പ്, പരിഹാസം ഒക്കെ. ഇതൊക്കെ നെഗറ്റീവായിട്ട് വരും. പക്ഷെ ഇത് 2 നമ്മുടെ ഉള്ളിൽ വരാം, മനസ്സിൽ ഉണ്ടാകാം. ഇനി മനസ്സിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ, മുറിവേൽക്കുമ്പോൾ എന്ത് പറയും? മനസ്സ് കൈവിട്ട് പോകുമ്പോൾ ഭ്രാന്തൻ എന്ന് പറയത്തില്ലേ സാധാരണഗതിയിൽ? നമ്മൾ മാനസിക രോഗി. ഒക്കെ മനസ്സിന് പ്രശ്നം പറ്റി. അപ്പൊ ശരീരത്തിന് പ്രശ്നം പറ്റുമ്പോൾ രോഗിയായി, മനസ്സിന് പ്രശ്നം പറ്റുമ്പോൾ ഭ്രാന്തെന്ന് പറയും, അല്ലെങ്കിൽ മാനസിക രോഗി എന്ന് പറയും. ഇനി ആത്മാവിന് പ്രശ്നം പറ്റുമ്പോഴോ? ആത്മാവിന് എന്താ വേണ്ടേ? നമ്മൾ ദൈവം കൊണ്ട് നിറയണം. അത് നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂദാശകൾ സ്വീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, വിശുദ്ധന്മാരുടെ കഥകൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഇനി ആത്മാവിന് മുറിവേറ്റാലോ? പാപം കൊണ്ട് നിറയും. ഓക്കെ. ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ എന്താകും? രോഗിയായി മാറും. മനസ്സിന് മുറിവേറ്റുമ്പോൾ ഭ്രാന്തായി മാറും, അല്ലെങ്കിൽ മാനസിക രോഗിയായി മാറും. ആത്മാവിന് മുറിവേൽക്കുമ്പോഴോ പാപിയായി മാറും. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഈ 3 സാധനങ്ങൾ നമ്മൾ മുറിവുണക്കണം. ഓക്കെ. ശരീരത്തിന് നമുക്കറിയാം ഏത് മുക്കിലും മൂലയിലും ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ബാക്കി 2 മേഖലകളോ പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, ഈ 3 മേഖലകൾ ഉണക്കാൻ പറ്റിയ ഒരേ ഒരു ഡോക്ടറേ ഉള്ളൂ നമുക്ക്. അത് നമ്മുടെ ഈശോയാ. ഈശോ ഒഴിക്കുന്ന ഒരേ ഒരു ലോഷനേ ഉള്ളൂ. അതേതാ? ഈശോയുടെ തിരുരക്തം. ഇത് സിസ്റ്ററിന് പറഞ്ഞു തന്നത് നമ്മുടെ ജീസസ് യൂത്തിലെ ബിനോഷി ചേട്ടനാ. അപ്പൊ ചേട്ടൻ പറഞ്ഞത്, നമുക്ക് ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ ഈ ഭൂമുഖത്ത്. ഒരു ഡോക്ടർ മതി നമ്മുടെ 3 പ്രശ്നങ്ങളും ശരിയാക്കി തരും. ഇനി ആ ദൈവം ഒഴിക്കുന്ന ലോഷൻ, അത് ഈശോയുടെ തിരുരക്തം. അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ബീയിങ് ആകാൻ ഈശോയോട് ചേർന്ന്, ഈശോ നമ്മുടെ പെർഫെക്ഷനിലാണ് വിളിക്കുന്നത്, പൂർണ്ണതയിലേക്കാണ് വിളിക്കുന്നത്. നമ്മൾ ബലഹീനരാണ്, പക്ഷെ ദൈവത്തിന് ഭയങ്കര പ്രതീക്ഷയാണ്, ആകാംക്ഷയാണ്. ഇങ്ങനെ കയറി വാ മക്കളെ പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ഈശോയെ ചേർത്ത് പിടിച്ച് കണ്ണും പൂട്ടി വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അതിൽ ഉറച്ച് വിശ്വസിക്കുക. ആ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസം തരണേ, പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നമുക്ക് വളരാം. കാണാ കാഴ്ചകൾ നമുക്കും കാണാൻ പറ്റട്ടെ. ആമേൻ.